IDF സിറിയയിൽ തുടരാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഹെർമോണിലെ സുരക്ഷാ മേഖല ഞങ്ങൾ കൈവശം വയ്ക്കുകയും തെക്കൻ സിറിയയിലെ മുഴുവൻ സുരക്ഷാ മേഖലയും സൈനികവൽക്കരിക്കപ്പെടുകയും ആയുധങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സിറിയയെ മുക്തമാക്കുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷാറ ഡമാസ്കസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ കണ്ണു തുറക്കുമ്പോൾ ഹെർമോൺ കൊടുമുടിയിൽ നിന്ന് IDF തന്നെ വീക്ഷിക്കുന്നത് അദ്ദേഹം കാണും. ഭീകരരുടെ ഭീഷണികളിൽ നിന്ന് ഗോലാൻ ഗലീലി നിവാസികളെ സംരക്ഷിക്കാൻ ഇസ്രായേൽ തെക്കൻ സിറിയയിലെ മുഴുവൻ സുരക്ഷാ മേഖലയിലുമുണ്ടെന്ന് അൽ ഷാറ ഓർമ്മിക്കുകയും ചെയ്യും. തെക്കൻ സിറിയയിലെ സുരക്ഷാ മേഖല 2 പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തേതായ ബഫർ സോൺ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബഫർ സോണിലും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഏകദേശം 40,000 സിറിയൻ നിവാസികളുണ്ട്. ഈ പ്രദേശത്താണ് IDF അതിന്റെ 9 പോസ്റ്റുകൾ സ്ഥാപിച്ചത്. രണ്ടാമത്തെ മേഖല സിറിയയിലേക്ക് 15 കിലോമീറ്റർ വരെ ഉള്ളിലേക്കുള്ള പ്രദേശമാണ്. അവിടെ IDF ഡസൻ കണക്കിന് റെയ്ഡുകൾ നടത്തുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു.